നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തിങ്കളെ തൊട്ട ആ സുവർണ നിമിഷത്തിന്റെ ഓർമ്മയ്ക്ക് ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. രാജ്യം ഇന്ന് ആദ്യ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നു. ചന്ദ്രനിൽ പേടകമിറക്കി സാങ്കേതിക കരുത്ത് തെളിയിച്ചതിന്റെ ഓർമ്മ പുതുക്കുവാനാണ് ആഘോഷ പരിപാടികൾ. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു മുഖ്യാതിഥിയാകും. ചന്ദ്രയാൻ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർ അടക്കമുള്ളവരെ യോഗത്തിൽ ആദരിക്കും. 2028 രാജ്യത്തിന്റെ അടുത്ത ചാന്ദ്ര ദൌത്യം. CMRL എക്സോലോജിക് ഇടപാട്. എക്സോലോജിക് ജീവനക്കാർക്ക് സമൻസ് നൽകി SFIO. കരിമണൽ കമ്പനിയായ CMRLൽ നിന്നും എക്സോലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെക്കുറിച്ച് കമ്പനി ജീവനക്കാരെ ചോദ്യം ചെയ്യുവാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എക്സോലോജിക്കിലെ ജീവനക്കാർക്ക് സമൻസ് നൽകിയതായി SFIO അനൌദ്യോഗികമായി സൂചിപ്പിച്ചു. മദ്യനയ അഴിമതി കേസ്. കേജ്രിവാൾ നൽകിയ ഹർജിയിൽ ഇന്ന് CBI സുപ്രീം കോടതിയിൽ മറുപടി നൽകും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഡൽഹി ഹൈക്കോടതി ഉത്തരവിന് എതിരെയാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. തന്നെ അറസ്റ്റ് ചെയ്ത CBI നടപടി നിയമവിരുദ്ധമാണെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും ഭരണഘടനാപരമായാണ് പ്രവർത്തിച്ചത് എന്നുമാണ് CBIയുടെ നിലപാട്. പോലീസ് തലപ്പത്ത് കലഹം കനക്കുന്നു. വടിയെടുത്ത് DGP. ADGP MR അജിത് കുമാറിന് താക്കീത്. സംസ്ഥാനത്തെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെ ഭിന്നത മറനീക്കി പുറത്ത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് താക്കീത് ചെയ്തു. പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാത്തതിനാണ് താക്കീത് ചെയ്തത്. പോലീസുകാരുടെ സർവീസ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയാണ് പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ്. സിദ്ധാർത്ഥന്റെ മരണം. കടുത്ത നടപടിയുമായി ഗവർണർ. സർവകലാശാല മുൻ VC ശശീന്ദ്രനാഥിന് കാരണം കാണിക്കൽ നോട്ടീസ്. പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി ഗവർണർ. പൂക്കോട് വെറ്റിനറി സർവകലാശാല മുൻ വൈസ് ചാൻസലർ MR ശശീന്ദ്രനാഥിന് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 30 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. ഇതിനു പുറമെ സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് സസ്പെൻഷനിൽ ഉള്ള മുൻ ഡീനിനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ കൂടുതൽ നടപടിക്കും നീക്കമുണ്ട്.
ഡീൻ MK നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R കാന്തനാഥനും വീഴ്ച പറ്റിയെന്നാണ് ചാൻസലറായ ഗവർണർ വ്യക്തമാക്കുന്നത്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. പെരുമ്പാവൂരിലെ മരണവീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്നു. കൊല്ലം സ്വദേശിനെ പിടിയിൽ. മരണവീട്ടിൽ നിന്നും 45 ഗ്രാം സ്വർണവും പണവും മോഷ്ടിച്ച യുവതി പിടിയിൽ. കൊല്ലം സ്വദേശിനി റിൻസിയാണ് പോലീസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ 19-ന് തിങ്കളാഴ്ച രാവിലെ പെരുമ്പാവൂരിലെ മരണവീട്ടിലാണ് മോഷണം നടന്നത്. പൌലോസ് MARയുടെ മാതാവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയതായിരുന്നു റിൻസി. വീട്ടിലുണ്ടായിരുന്ന 90 കുവൈറ്റ് ദിനാറും 45 ഗ്രാം സ്വർണവും യുവതി തന്ത്രപൂർവ്വം കൈക്കലാക്കുകയായിരുന്നു. സാധനങ്ങൾ കൈക്കലാക്കി ഉടനടി തന്നെ യുവതി മരണവീട്ടിൽ നിന്നും പോയി. പിന്നീടാണ് വീട്ടുകാർ മോഷണ വിവരം മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് റിൻസിയാണെന്ന് പോലീസ് കണ്ടെത്തിയത്. എറണാകുളത്ത് നിന്നാണ് ഇവർ അറസ്റ്റിലായത്. 3 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. റിൻസിയെ പെരുമ്പാവൂർ പോലീസ് റിമാൻഡ് ചെയ്തു. പോലീസിൽ ഇപ്പോഴും കൊളോണിയൽ സംസ്കാരം. അച്ചടക്ക നടപടിയുടെ പേരിൽ ക്രൂരമായ വേട്ടയാടൽ. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. കൊളോണിയൽ സംസ്കാരം ഇപ്പോഴും പോലീസിൽ നിലനിൽക്കുന്നുവെന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. ചില ഉദ്യോഗസ്ഥർ അത്തരത്തിൽ പെരുമാറുന്നു. അച്ചടക്ക നടപടിയുടെ പേരിൽ ക്രൂരമായ വേട്ടയാടൽ നടക്കുന്നു. ഒരു ചെറിയ വീഴ്ചയ്ക്ക് പോലും കടുത്ത നടപടിയാണ് ഉണ്ടാവുന്നതെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ടിൽ പറയുന്നു. കോഴിക്കോട് നടക്കുന്ന അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശങ്ങൾ ഉള്ളത്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണ് ഇവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555555. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരുവാൻ സാധ്യത. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. എന്നാൽ ഇന്നും നാളെയും ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ലക്ഷദ്വീപിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി മധ്യ കിഴക്കൻ അറബിക്കടലിൽ കർണാടക, ഗോവ തീരത്തിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.